തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഇപ്പോൾ പോലും എതിരാളികൾ പറയുന്നത് എൽ.ഡി.എഫ് വിജയിച്ചാൽ തലമുണ്ടനം ചെയ്യും, കാതിൽ കമ്മലിട്ട് നടക്കുമെന്നൊക്കെയാണ്. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിഹത്യ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തിഹത്യ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്, സ്വന്തം അനുഭവിച്ച് നോക്കണം. വ്യക്തി അധിക്ഷേപങ്ങളും വ്യക്തിഹത്യ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് വേറെ ആൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അത് നോക്കിക്കണ്ട് നിൽക്കുന്നത് പോലെയല്ല, സ്വന്തം അനുഭവിക്കുമ്പോൾ. അതിനെ രാഷ്ട്രീയ ബോധം വെച്ച് വൈകാരികമല്ലാതെ മറികടക്കാനാകണം. അവിടെയാണ് വലുത്. വൈകാരികമാകാതെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തിഹത്യ വരുന്നത്, അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കി വൈകാരികതയ്ക്ക് മുകളിൽ നമ്മുടെ രാഷ്ട്രീയ ബോധം ഇടപെടണം, പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. ആ നിലയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അല്ലാതെ അതിനെ തിയററ്റിക്കലി ഡിഫൈൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പം. വേറെ ആൾക്ക് ഇപ്പോൾ ഈ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന കാര്യമാണ്. ആ ബോൾ അവിടെ കൊടുത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഹെഡ് ചെയ്തിരുന്നെങ്കിൽ ഗോളാകുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരാളിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കാണാൻ നല്ല സുഖമാണ്. സ്വന്തം അനുഭവിക്കുമ്പോൾ പറയാം അതിൻ്റെ പ്രയാസം. അത് വൈകാരികമല്ലാതെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ ബോധവും പൊതുവെ ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അതിലൊന്നും മറുപടി പറയാൻ തൽക്കാലം താല്പര്യമില്ല.